ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എന്താണെന്നോ, എനിക്കാണെങ്കിൽ ഈ പെർഫ്യൂംസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ പുറത്ത് പോകുമ്പോൾ വാങ്ങാറുണ്ട്. ഇവിടെ നമ്മൾ ലുലുവിൽ പോകുമ്പോൾ വാങ്ങിക്കും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ കാണുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വാങ്ങുകയും ചെയ്യും കേട്ടോ, വല്ലപ്പോഴൊക്കെ, എന്നുമല്ല. അപ്പോൾ ചിലതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഞാൻ വാങ്ങിയതല്ല. അപ്പോൾ ഞങ്ങൾ ഈ ഫ്ലാറ്റിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റെയറായിട്ടുള്ള ബോട്ടിൽസ് എല്ലാം ശേഖരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും അതെല്ലാം എൻ്റെ പഴയ വീട്ടിലുണ്ട്, ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. കാര്യം ചില ബോട്ടിൽസൊക്കെ നമുക്ക് കളയാൻ തോന്നുന്നില്ല. പെർഫ്യൂംസിൻ്റെ, സ്പ്രേകളുടെയും എസെൻഷ്യൽ ഓയിൽസിൻ്റെയൊക്കെ ബോട്ടിൽസൊക്കെ വളരെ നല്ല പാക്കിങ്ങും ബോട്ടിൽസിലുമാണ് വരുന്നത്. അതുകൊണ്ട് അത് കളയാൻ തോന്നാറേ ഇല്ല. ഞാൻ ചിലതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പം ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് ഞാൻ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യാം. ഏതാണ് എനിക്ക് ഇഷ്ടമെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പം എൻ്റെ കൈവശമുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മൾട്ടി യൂസാണ് കേട്ടോ, മൾട്ടി പേർപ്പസാണ്. ഓരോന്നിനും ഓരോ പേർപ്പസുണ്ട്. കാര്യം നമ്മൾ ചില പെർഫ്യൂംസ് ഓയിൽസായിട്ട് വരുമെന്ന്, എസെൻഷ്യൽ ഓയിലായിട്ട് വരുന്നത് നമ്മൾ സ്പ്രേ പോലെ അടിക്കാനുള്ളതല്ല. നമ്മുടെ ദേഹത്ത് ജസ്റ്റ് നമ്മൾ പ്രഷർ പോയിൻറ്റുകളുടെ നമ്മളെ നേഴ്സിലൊക്കെ ഒന്ന് ഇടേണ്ട, തൊട്ട് കൊടുക്കേണ്ട മാത്രമുള്ളതാണ് ചിലതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചോട്ടെ. ഇത് ആക്ച്വലി ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല മണമാണ്, മണം പോലെ ഒരു ഓയിലായിട്ടിരിക്കും കേട്ടോ. ഇത് ശരിക്കും ഊതിൻ്റെ ഓയിലാണ്, നല്ല മണമാണ് കേട്ടോ. ലേഡീസിനുള്ളതാണ്. മണമെന്ന് വെച്ചാൽ നല്ല മണമാണ്. അപ്പം ഇത് നമ്മളുടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും. നമ്മുടെ കൈയുടെ ഇവിടെ ഒക്കെ പുരട്ടിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. എപ്പോഴൊക്കെ ഫ്രഷായിട്ട് നമുക്ക് ഇരിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഡാബ് എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഇവിടെ നമ്മളെ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, മർമ്മം എന്നൊക്കെ പറയില്ലേ, പോയിൻറ്റ്സിൽ നമ്മുടെ അതിലൊന്ന് തൊട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല മണമാണ്. എനിക്ക് ശരിക്കും അതിൻ്റെ എന്താ പറയുക, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നല്ല മണവും ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഇത് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഓയിലാണ്. ജസ്റ്റ് ടച്ച് മതിയാവും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ്സാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെനിക്ക് എൻ്റെ മകൻ സമ്മാനിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേരറിയത്തില്ല, പക്ഷേ നല്ല ഇത് ഈ പറഞ്ഞ പോലെ ഈ ബോട്ടിൽ കളയാൻ വയ്യാത്തതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല ബോട്ടലാണ് കേട്ടോ. ഇതുപോലെ എനിക്ക് പല ജാതി ബോട്ടലുകൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്തത്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, എൻ്റെ നീസ് തന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്കറിയാമല്ലേ, ഗസ്സിൻ്റെ അത് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് ജിമ്മി ചൂ. ഇതിൻ്റെ തന്നെ എനിക്കൊരു 2-3 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞതുപോലെ എയർപോർട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴില്ലേ, ഞാൻ അവിടെ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. ഇതിൻ്റെ 2-3 സൈസും ഉണ്ട്, 2-3 ഫ്രേഗ്രൻസും ഉണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇത് അനൈസ് എന്ന് പറയും. ഇത് നിങ്ങളെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുന്നത് അനൈസ് എന്ന്. ഓക്കെ, ഇത് യാർഡ്ലിയുടെ എല്ലാവർക്കും അറിയാം. ഇത് നോർമലി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, യാർഡ്ലിയുടെ അതെല്ലാം നമുക്ക് അതിൻ്റെ പൗഡറും ഉണ്ടാവുമല്ലോ, ക്രീം ഉണ്ടാവും, പൗഡറുണ്ടാവും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഫ്രേഗ്രൻസ് ഒരുപാട് സമയം നമുക്ക് ചുറ്റും തന്നെ നിൽക്കുക. ആക്ച്വലി നമ്മൾ ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല കേട്ടോ, കുറച്ച് മാത്രം അടിച്ചാൽ അത് നല്ല ഒരു ഫ്രഷ് സെൻറ്റാണ്. അതുപോലെ തന്നെ യാർഡ്ലിയുടെ നോർമൽ യാർഡ്ലി ഇത് എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു യാർഡ്ലിയുടേതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഒരെണ്ണമാണ് ഇതൊക്കെ. എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എയർപോർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നതും എൻ്റെ ബ്രദേഴ്സ് ഗിഫ്റ്റ് ചെയ്യുന്നത് കെൽവിൻ ക്ലൈൻ ഒക്കെ ലേഡീസിൻ്റെതാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ കുറേ കിടപ്പുണ്ടെങ്കിൽ വേറൊരെണ്ണം ഇതാണ്. ഇതിൻ്റെ ലേബിളെല്ലാം പോയി, പക്ഷേ ഇത് നല്ല ഒരിതാണ്. ഇതൊക്കെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ചിലതെല്ലാം അതുപോലെ തന്നെ ഇതും
ഊതിൻ്റെ വേറൊരു മണമാണ് കേട്ടോ. ഇത് റിയലി നൈസ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ എറണാകുളം വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ സോ നൈസ് കേട്ടോ. ഒരു ഡ്രോപ്പ് മതിയാവും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കിതൊരു എന്താ പറയുക, ഒരു 2 years ഒക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഒരു ഡ്രോപ്പ് മതിയാവും. പക്ഷേ ഇതിൻ്റെ ഫ്രേഗ്രൻസ് വളരെ നല്ലതാണ്. ഇത് നമുക്ക് മാർക്കസ് സ്പെൻസറിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. ഓൺലൈനിൽ മാർക്കസ് സ്പെൻസറിൽ വാങ്ങിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്പ്രേ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹെൽത്തിയർ ഇതിൽ ഈ 2 മണങ്ങൾ ഊതിൻ്റെ അതാണ് കേട്ടോ. വളരെ നല്ലതാണ് കേട്ടോ ഈ 2 എണ്ണം. ഇത് വളരെ എക്സ്പെൻസീവും അല്ല, നമുക്ക് അഫോർഡബിളാണ്. പക്ഷേ നല്ല ലോങ് ലാസ്റ്റിംഗ് മണമാണ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ബാക്കിയുള്ളതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാര്യം പലതിനും പല വിലയാണ്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാം ഒരു 3000 അകത്തേ ഉള്ളൂ. ഇത് 2 ആയാലും. ബാക്കിയൊക്കെ ചിലതെല്ലാം 10,000 ഒക്കെ ഉള്ളതാണ്. പിന്നെ ചിലതെല്ലാം 5,000 ഉള്ളതാണ്, ചിലത് 3,000, അങ്ങനെ പല റേഞ്ചിലുള്ളതുണ്ട്. പിന്നെ ഒന്ന് അന്തരീക്ഷത്തിലൊന്ന് സ്പ്രേ ചെയ്യുക, അതിൻ്റെ പുറത്തൂടെ അങ്ങ് നടന്നു പോവുക. അപ്പോൾ നമ്മുടെ ആ മിസ്റ്റ്, ആ ചെറിയ പെർഫ്യൂം പാർട്ടിക്കിൾസ് ഇല്ലേ, അത് നമ്മുടെ ദേഹത്ത് വീണോളും. നല്ല മണമായിരിക്കും. ഈവൻ ദ റൂം വിൽ സ്മെൽ വെരി നൈസ്. അപ്പോൾ പെർഫ്യൂംസൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഇതുപോലെ എസെൻഷ്യൽ ഓയിൽസാണ് കേട്ടോ. പെർഫ്യൂം ഓയിൽസാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ചില ടൈമിലൊക്കെ നമുക്ക് റൂമിൻ്റെ അകത്ത് നമുക്ക് നല്ല മണം വേണമെന്ന് വെച്ചാലും ഇത് ഒരു ഡ്രോപ്പ് നമ്മുടെ വാഷ് ചെയ്ത തുണിയുണ്ടല്ലോ, നമ്മളെ ലോണ്ട്രിയിലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഡ്രൈ ചെയ്താൽ ഇതേ സ്മെല്ലായിരിക്കും. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ ഒരു ശകലം ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടണോ എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെക്കില്ലേ, ഇതിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചിരുന്നാലും അത് നല്ല മണമാണ് കേട്ടോ. എപ്പോഴും റൂമിൻ്റെ അകത്ത് നല്ലൊരു മണം കിട്ടും. ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഈവൻ ഈ പെർഫ്യൂംസ് ചിലതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പെർഫ്യൂംസ് ഇനി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ സാധാരണ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട്, അപ്പോൾ യൂസ് ചെയ്യാത്തത് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റിലടിക്കും, ടവൽസിലടിക്കും, ബാത്റൂമിൻ്റെ അകത്തടിക്കും. വേറെ ഒരു എയർ ഫ്രഷ്നർ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിക്കും. കാര്യം എൻ്റെ കയ്യിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായാലും ഞാൻ വാങ്ങിയതായാലും എൻ്റെ മക്കൾ സമ്മാനിച്ചതായാലും ഇതെല്ലാം തന്നെ നല്ല ബ്രാൻഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേഫായിട്ട് സൂക്ഷിക്കും. പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് ഇത് കേട്ടോ. ഇതും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഊതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. റിയലി നൈസാണ്. ഈ പറഞ്ഞ പോലെ പ്രഷർ പോയിൻറ്റ്സിൽ മാത്രം ഇട്ടാൽ മതിയാവും. നമ്മുടെ എൻറ്റയർ ബോഡി മണക്കും അത് കേട്ടോ. നല്ല ഫ്രേഗ്രൻ്റാണ്. ഈവൻ കയ്യിലെടുത്താൽ തന്നെ നല്ല മണമാണ് കേട്ടോ. ഒരുപാട് വർഷത്തോളം ഇത് ലാസ്റ്റ് ചെയ്യും. whenever I need it, I just use a little bit. Okay, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye. Take care all.